ഈ കുരുപ്പുകൾക്കൊന്നും വേറെ ഒരു പരിപാടിയില്ലേ. ആദ്യം സാധാ പുഴുവായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താണ്ട് വെറൈറ്റി പുഴു. വെള്ളരിയുടെ പുറത്തൊരു കറുത്ത പൊട്ടുപോലെ കണ്ടത് എന്താണെന്ന് അറിയാനായിട്ട് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഡാഞ്ഞുളയ്ക്കുന്ന കുഞ്ഞിപ്പുഴു. വെള്ളച്ചാതിയിലും ഞാൻ ഈ വെള്ളരീനെ എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ടുവന്ന് അതിനകത്തൊരു ചെറിയ പൂവ് കണ്ട സന്തോഷത്തിൽ നിന്നതാണ്. അപ്പോഴാണ് ഈ സാധനത്തിനെ കാണുന്നത്. ഞാൻ കരിയിലയുടെ സൈഡ് കൊണ്ട് വെറുതെ ഒന്ന് കുത്തി നോക്കി അതെന്താണെന്ന്. എന്തോ മഷി പോലത്തെ ഒരു ലിക്വിഡ്. എന്നിട്ട് അതിനെ ഞാൻ ഈ കരിയില കൊണ്ട് എടുത്ത് മാറ്റിയിട്ടോ. ആദ്യം കരുതി കൊന്നു കളയാന്ന്, പിന്നെ കരുതി ഒരു ജീവനല്ലേ, എന്തിനാ വെറുതെ കൊല്ലുന്നേന്ന് കരുതിയിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഉള്ളിൽ കയറി പോയേ. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കിയപ്പോ ഇത് അനങ്ങാതെ കിടക്കുന്നു. അയ്യോ, കുറ്റബോധം അടിച്ചു ഞാൻ, കാരണം അതിനെ കൊന്നല്ലോ എന്നുള്ള കുറ്റബോധം അടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോ ചെറിയൊരു ജീവനുണ്ട്. പിന്നെ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. ഞാൻ അതിനെ എടുത്തിട്ട് പച്ചലയുടെ മുകളിൽ കൊണ്ടുവച്ചു. ആ പച്ചലയിലേക്ക് മാറ്റാനായിട്ട് എന്തൊരു പാടായിരുന്നു. ഇത് അള്ളി പിടിച്ചിട്ട് ആ കരിയിലയിൽ ഇരിക്കുവായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെയ്യെ തട്ടിയൊക്കെ കൊടുത്തു അതിനെ ഒരു സ്റ്റെമ്മിന്റെ മുകളിലേക്ക് വെച്ചു. ആ സ്റ്റെമ്മിന്റെ മുകളിൽ നിന്ന് അത് എഴയുന്ന കണ്ടിട്ടാട്ടോ ഞാൻ പിന്നെ തിരിച്ചു വന്നത്. എനിക്ക് ഈ സാധനത്തിനെ കണ്ടിട്ട് പുഴുവിന്റെയും സ്പൈഡറിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് തോന്നുന്നത്. ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇനി എന്റെ വെള്ളരിയുടെ അടുത്തെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ മോനെ നീ തീർന്നു എന്ന് പറഞ്ഞ് താക്കീത് കൊടുത്തിട്ടാട്ടോ ഞാൻ അതിനെ വെറുതെ വിട്ടത്. അപ്പൊ ശരി, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.